ഇന്ന് മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ച വലിയൊരു അബദ്ധം എന്താന്ന് ചോദിച്ച, നമസ്കാരവും നോമ്പും ഹജ്ജും ഉംറയൊക്കെ ജോറായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ബന്ധങ്ങളിൽ പലതും അലോക്യത്തിൽ തന്നെയാ. ആ ബന്ധത്തിന്റെ മഹത്വം പലർക്കും തിരിച്ചറിയുന്നില്ല. 5 വക്ത് നമസ്കരിക്കാൻ കമ്പളക്കല്ല് പള്ളിയിൽ വരുന്ന ഒരു വാപ്പാക്ക് സ്വന്തം കുടുംബത്തിന്റെ ഇടയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ വാപ്പാന്റെ നിസ്കാരം പടച്ചോന് വേണ്ടാന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. നാട്ടിലെ സർവ്വ ഖുർആൻ ക്ലാസ് പങ്കെടുത്തിട്ട് മകൻ കെട്ടിയ വീട്ടുകാരോടും കുടുംബക്കാരോടും സ്വന്തം ചോരനോടുമുള്ള കുടുംബത്തിലെ ബന്ധങ്ങൾ മനോഹരമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ദുനിയാവിലെ ഏതേത് ഖുർആൻ ക്ലാസ്സിൽ പോയാലും അങ്ങ് കഅബാലയത്തിങ്കൽ ചെന്ന് തവാഫ് ചെയ്താലും നിങ്ങളുടെ അമലുകൾ പടച്ചോൻ സ്വീകരിക്കുന്നു പഠിപ്പിച്ച മതമല്ല ഇസ്ലാം. ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. ബന്ധങ്ങൾ തകർക്കുന്നവരെ ഒരു കാലഘട്ടത്തിലും അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പഠിപ്പിച്ചതും, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും പരലോകത്തിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവൻ വിശ്വാസിയാണെങ്കിൽ, ഫൽയുക്രിം വൈഫഹു, അവന്റെ അതിഥിയെ അവൻ ആദരിക്കട്ടെ. വീണ്ടും പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അന്ത്യദിനത്തിലും റബ്ബിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഫൽയസിൽ റഹിമഹു, അവൻ അവന്റെ കുടുംബ ബന്ധം ചേർക്കട്ടെ. അപ്പം പരലോകത്തും ദുനിയാവിലും വിശ്വസിക്കുന്നവർ, മരണാനന്തര ലോകത്തും റബ്ബിലും വിശ്വസിക്കുന്നവർ, അവരെ വിശ്വാസത്തിന്റെ ഒരു ക്വാളിറ്റിയാ ബന്ധം ചേരൽ, കുടുംബം ചേർക്കൽ, ബന്ധങ്ങളെ മനോഹരമായി കൊണ്ടു നടക്കൽ. നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പം സമാധാനത്തോടുകൂടി പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്ത് ചെയ്യണമെന്ന അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച്, 5 വക്ത് നിസ്കാരത്തിന്റെ നെറ്റിത്താഴത്തിലെ കറുത്ത തഴമ്പുമായിട്ട് പടച്ചോനെ കാണാൻ ചെന്നാ മതിയെന്നല്ല, ഉള്ളതെല്ലാം വിറ്റുപറുക്കി 80,000 മുടക്കി നാട്ടിലുള്ള ഒരു അമീറിന്റെ കൂടെ കഅബ തവാഫ് ചെയ്ത് ഉംറ ചെയ്ത് മൊട്ടയടിച്ച് വന്നാ മതിയെന്നല്ല. മറിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് നിർഭയത്വത്തോടുകൂടി കയറാൻ സാധിക്കണമെങ്കിൽ, യാ അയ്യുഹന്നാസ് അഫ്ശുസ് സലാം, നിങ്ങൾ പരസ്പരം സലാം വർദ്ധിപ്പിക്കണമെന്ന് പഠിപ്പിച്ചതോടൊപ്പം വസിലുർ റഹീം, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണമെന്നും, തീർച്ചയായും അങ്ങനെ ചേർക്കുന്നവർക്ക് തദ്ഖുലുൽ ജന്നത ബിസലാം, സമാധാനത്തോടുകൂടി പടച്ചോന്റെ സ്വർഗത്ത് കയറാൻ സാധിക്കുകയുള്ളൂ എന്ന് ഹബീബുന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി.